ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 to 8 മണിൻ്റെ ഉള്ളിലാണ് ഇന്ന് എണീറ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് ജനലൊക്കെ തുറന്ന് ഒരു മിനിറ്റ് അങ്ങനെ നിൽക്കും. എന്നിട്ട് ഇത് ആസ് യൂഷ്വൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുന്നു. വെള്ളം ചൂടാവട്ടെ. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. സോ മാവ് പൊന്തി വന്നോ നോക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മാവ് പൊന്തി വന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. സോ ദേ അവിടെ വെച്ചു. നമുക്ക് അടുക്കൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സമാധാനത്തിലൊരു 10 മിനിറ്റ് അവിടെ ഇരുന്നത് പതുക്കനെ കുടിക്കാമല്ലോ. അപ്പോൾ പരിപ്പ് വിസിലടിച്ച് വെക്കാം, പിന്നെ ഇഡ്ഡലിക്കും ഒരു ആവി കയറ്റാൻ വയ്ക്കാം, എന്നിട്ട് അവിടെ പോയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ പരിപ്പ് കഴുകി ഇടുവാണ്. പരിപ്പിൻ്റെ കൂട്ടത്തിലേ ഞാനൊരു ചെറിയ ഉള്ളിയും കൂടെ അതിലിട്ടിട്ടാണ് വേവിക്കുക കേട്ടോ. അല്ലാണ്ട് ആവുമ്പോൾ എനിക്ക് ആ ഒരു സ്മെല്ല് അത്ര ഇഷ്ടപ്പെടില്ല. അതായത് പരിപ്പ് മാത്രം വേവിച്ചിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മണം വരും, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഉള്ളിയും കൂടി ഇട്ടിട്ട് വയ്ക്കുമ്പോൾ അത് അങ്ങനെ നല്ലൊരു മണമാണ് ടേസ്റ്റുമാണ് കേട്ടോ സാമ്പാറുണ്ടാവുക. അപ്പോൾ അതേ കുക്കറിൽ പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം ഉണ്ടാക്കാനുള്ള മാവും ബാക്കി ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കാനാണ് കേട്ടോ 2 പാത്രം എടുത്തേക്കുന്നത്. കാരണം ഞാൻ എല്ലാ മാവിലും അങ്ങനെ ഉപ്പിടില്ല. ബാക്കി ഇപ്പം എടുക്കാനുള്ളതിൽ മാത്രം ഉപ്പിട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിക്ക് വയ്ക്കും. എടുക്കുമ്പോൾ മാത്രമേ ഉപ്പിടാറുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. സോ ബാക്കിയുള്ള മാവ് വേറെ പാത്രത്തിലാക്കി ഇപ്പുണ്ടാക്കാനുള്ളതായൊരു ഓറഞ്ച് പാത്രത്തിൽ കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും കൂടി ഞാൻ ആ വെള്ളത്തിലാക്കിയിട്ടാണ് കേട്ടോ ഇഡ്ഡലി ചെമ്പ് വയ്ക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് 2 അടപ്പും അതിൽ വെച്ചിട്ട് കേട്ടോ ഞാൻ അടച്ചു വയ്ക്കും വെറുക്കനെ, അതായത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടായിട്ട് നമ്മൾ മാവ് ഒഴിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ഓയിലോ നെയ്യോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് വിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി വിട്ട് വരും. അതുകൊണ്ട് ഞാൻ ആ പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിക്ക് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്, നമ്മളത് എടുത്തു. അതിൽ നമുക്ക് മാവ് ഒഴിക്കാം. രണ്ട് മാവ് 2 ഇത് കേട്ടോ. എന്തൊക്കെയാണ് പറയണേ, 2 തട്ട്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചു. ഞാൻ ദേ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നാൽ വെള്ളം കുടിക്കും. അപ്പോൾ ദേ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇഡ്ഡലി ആയിട്ടുണ്ട്. കുക്കറും ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂട് പോട്ടെ, അവിടെ വെച്ചു. ദേ പച്ചക്കറി എടുത്ത് വന്നു. നമുക്ക് സാമ്പാറിനുള്ളത് പച്ചക്കറി അരിഞ്ഞതൊക്കെ അതിലേക്ക് ഇടണം. ഇങ്ങനെ പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചക്കറി അരിഞ്ഞതും പിന്നെ പൊടികളും പുളിയും ഒക്കെ പാടെ ഒരുമിച്ചാണ് ഇടുക. എന്നിട്ട് 2 വിസിലും കൂടെ അടിക്കും. എന്നിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ കാച്ചിയാൽ മതി കേട്ടോ, കറിയാവും. സാമ്പാർ ഭയങ്കര സിമ്പിളാണ്. വെള്ളം കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഞാൻ കഴിക്കും കേട്ടോ. രാവിലെ ആകുമ്പോൾ വിശക്കണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമതായിട്ട് ഒരു തട്ടാട്ടോ രണ്ടാമതായിട്ട് ഇഡ്ഡലിക്ക് വയ്ക്കുന്നത്. ഈ 2 തട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മേലത്തെ തട്ട് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു. സോ അതവിടെ ആവട്ടെ. അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതെടുത്ത് പുറത്തേക്ക് വെച്ചു. നമ്മൾ കുക്കറും ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കാം. മല്ലിയിലയാണ് കേട്ടോ അത് അരിഞ്ഞിടുന്നത്. എന്നിട്ട് ഈ ഇഡ്ഡലി ചെമ്പ് ഞാനിപ്പോൾ തന്നെ കഴുകി വയ്ക്കും കേട്ടോ. കണ്ടോ, അതവിടെ കാണാനില്ല. ഇപ്പോൾ രസം കാണേ. ഞാൻ കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു. അതിലേക്കിത് കടുകും ഇടാൻ പോവാണ്. കടുകിട്ടു. കറിവേപ്പില ഇട്ടപ്പോൾ തീ ഉള്ളി പിടിച്ചു. അതെന്താണെന്ന് അറിയില്ല, തീ കൂടിയിട്ടായിരിക്കണം. അത് ഓഫ് ചെയ്തിട്ട് വെച്ചു. ഒന്ന് പേടിച്ചത് കൊണ്ട് പിന്നീട് അത് ഓപ്പൺ ചെയ്തിട്ട് ഉള്ള പരിപാടിക്ക് നിന്നില്ല. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കാച്ചി ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. ഇഡ്ഡലിയും മറ്റേ തട്ടത്തെയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. സോ ഇഡ്ഡലി ആയി, സാമ്പാറും ആയി. സോഫ്റ്റ് ഇഡ്ഡലി നിങ്ങളെ കാണിച്ചെന്താണ്. ബാക്കി മാവ് കൊണ്ടേ ഫ്രിഡ്ജിക്ക് വെച്ചു. ഇതേ കുക്കറിൽ നിന്ന് കറി പകർത്തിയിട്ടുണ്ട്. ആ പാത്രവും ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. ഞാൻ ഈ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ സിങ്കിൽ പാത്രങ്ങൾ കാണാത്തത്.
ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തതാണ്, കാരണം വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. സോ ഇതേ ചായ ആയി. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് 2 ഇഡ്ഡലി എടുത്തു, ഒരു മുട്ട പുഴുങ്ങിയതും സാമ്പാറും. കട്ടൻ ചായയാണ് കേട്ടോ ഇന്ന്, പാല് തീർന്നു. ഇത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് എനിക്ക് ഗുരുവായൂരിൽ നിന്നുള്ള ഫുഡാണ് കേട്ടോ അത്. രാവിലെ അവർ കഞ്ഞിയും പുഴുക്കും പപ്പടവും തരും, ഞാനത് ഉച്ചയ്ക്കാണ് എടുക്കുക. ഉച്ചത്തെ ഫുഡ് ഒരു 6 മണിയാകുമ്പോൾ തരും, ഞാനത് രാത്രിയും എടുക്കും കേട്ടോ. ഇതൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇതേ പപ്പായ ഇരിപ്പുണ്ടായിരുന്നു, അത് പഴുത്തായിരുന്നു. അപ്പം ഞാനത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ പപ്പായ. അപ്പം ഞാനതിൻ്റെ ഉള്ളിലത്തെ ഇത് കളഞ്ഞിട്ട് അത് കഴുകി എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിക്കുക കേട്ടോ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്, വായിലിട്ട് അലിഞ്ഞു പോവും. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞിട്ട് ഇതേ വൈകുന്നേരം 4 മണിയായപ്പോൾ ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പഴംപൊരി ഉണ്ടാക്കാം. ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഗോതമ്പ് പൊടിയും ഒരു 2-3 സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഇതുപോലെ തന്നെ 2-3 സ്പൂണ് കടലമാവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു തരി ഉപ്പും. ശർക്കര ഉണ്ടെങ്കിൽ അതും ഒരു തരി ഇടും കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് പഴവും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാം, എന്നിട്ട് ചായ കുടിക്കാം. ഞാൻ ഒരെണ്ണമൊക്കെ എടുക്കുള്ളൂ, മാക്സിമം 2 എണ്ണം. എനിക്കങ്ങനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എണ്ണപ്പലഹാരം മാക്സിമം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ വക ഐറ്റംസ് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. പഴംപൊരി, പിന്നെ പഴംപൊരി മാത്രമേ ഉണ്ടാക്കുള്ളൂ. സമൂസ അല്ലെങ്കിൽ കട്ട്ലറ്റൊക്കെ മേടിക്കും അങ്ങനെ ചായക്ക് എപ്പോഴേലും. എനിക്കാണെങ്കിൽ ചായക്ക് എന്തെങ്കിലും വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ പഴം പഴുത്തിരുന്നത് കൊണ്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അതിലത്തെ ഒരെണ്ണം കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കാൻ എടുക്കുന്നത് ഒരെണ്ണമാണ് കേട്ടോ. അതേ പഴംപൊരി റെഡി. അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് വൈകുന്നേരം പോയി മേലും കഴുകി വന്ന് അതേ വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ ലൈഫ്. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ, ടേക്ക് കെയർ ഓൾ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. അമ്മ